ഹലോ, ഇന്ന് പച്ചപ്പും ചുവപ്പും ഒക്കെ ആയിട്ടാണ് വന്നത്. റെഡ് ഫാം കണ്ടോ? ഈ റെഡ് ഫാം ഒരു ചെറിയ തൈയായിരുന്നു കുഴിച്ചിട്ടത്. ഇപ്പം അത് വളർന്ന് ഒരുപാട് വീടിനേക്കാളും പൊക്കത്തിലായിട്ടുണ്ട്. അതിൻ്റെ തൈകളും അതേപോലെ തന്നെ ഒപ്പം വലുതായി വരികയാണ്. നല്ല വെയിലുള്ള സ്ഥലമായതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെ നല്ല വലുപ്പത്തിലാണ് വരുന്നത്. ഇത് മഞ്ഞ കൈതയാണ്, ചെടിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് കാടൊക്കെ ഉണ്ട്, പറിക്കാനായി. അമ്പലത്തിലേക്ക് കൊണ്ടുവന്ന് തെച്ചിപ്പൂവായിരുന്നു. മഴയൊക്കെ പെയ്ത് ഒരുപാട് കൊഴിഞ്ഞും ചീഞ്ഞൊക്കെ പോയി. പൂക്കളൊക്കെ ഇപ്പം ചെറിയ പൂക്കളായിട്ടാണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ റോസിൻ്റെയൊക്കെ ഒരുപാട് കേടായിപ്പോയി. ഇനി നല്ല വെയിലൊക്കെ ആകുമ്പോഴേ നല്ല ഉഷാറാവുള്ളൂ. ഇതാ കാന്താരി ഉണ്ടോ? കാന്താരി കുറേ കിളികളൊക്കെ കൊത്തിക്കൊണ്ടുപോയി. ബാക്കിയുള്ളത് ഞാനും പറിക്കും. ഈ പറമ്പ് മുഴുവനും നിറച്ചും കിളികളാണ്. രാവിലെ നല്ല പലതരം കിളികളും ഉണ്ടാവും. ഈ പൂവൊക്കെ നല്ല വലിയ പൂവായി വരുന്നതായിരുന്നു. അതിനൊക്കെ വലിപ്പം കുറഞ്ഞ് കുറേ മഴയൊക്കെ പെയ്തുകൊണ്ട് കുറേ തൊഴിഞ്ഞു പോയി. നമ്മളെ ചേമ്പും തോട്ടമാണ്, ചേമ്പും കാടിനുള്ളിൽ ഇതായത് കുഞ്ഞി ചുവന്ന സുന്ദരിയുണ്ട്. ഇനി ഒരു വലിയ സുന്ദരിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പൂമ്പാറ്റയൊക്കെ വന്നിരിക്കുന്നുണ്ട്. നിറച്ച് ഇതുമ്പോൾ പൂമ്പാറ്റ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഞാൻ അടുത്തേക്ക് വന്നതുകൊണ്ട് പൂമ്പാറ്റയൊക്കെ കുറേ പാറിപ്പോയി. ഇത് കൃഷ്ണകിരീടം എന്ന് പറയും. കൃഷ്ണകിരീടം കൃഷ്ണൻ്റെ കിരീടത്തിൻ്റെ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ഇതിന് കൃഷ്ണകിരീടം എന്നും പറയുന്നത്. പിന്നെ പഗോഡ എന്ന് പറയും. അമ്പലത്തിലെ പഗോഡേൻ്റെ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ട് പഗോഡ എന്നും പറയും. പിന്നെ ചില സ്ഥലത്ത് കൃഷ്ണമുടി, പല പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. എന്ത് ഭംഗിയത് കാണാൻ! ഈ ഒരു പ്രത്യേക കളറല്ലേ, ഓറഞ്ചും ചുവപ്പൊക്കെ കൂടെ കൂടിയത്. ഇതിന് ചുറ്റും ഈ ചേമ്പുകളാണ് നിറച്ചും. തണലുള്ള സ്ഥലത്താണ് ഈ കൃഷ്ണകിരീടം നല്ലോണം വളരുന്നത്. ഓണത്തോടടുപ്പിച്ചാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക. ഓണത്തിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കളറല്ലേ ഈ കളറ്. പിന്നെ മഞ്ഞ, ഇത് നമുക്ക് ഓണാകുമ്പോഴത്തേക്ക് ഈ പറമ്പ് മുഴുവനും ഈ പൂവുണ്ടാവും. പിന്നെ മുക്കുറ്റി ഉണ്ട്. മുക്കുറ്റിയും ഒരുപാട് ഇടുന്നുണ്ട്. നമ്മൾ ലക്കി ബാമ്പു എല്ലാവരും അകത്തൊക്കെയാണ് വെക്കൽ. ഇവിടുത്തെ ലക്കി ബാമ്പു ചട്ടിയിലാണ് ഉള്ളത്. ചട്ടിയിൽ സ്റ്റെയർ കേസിൻ്റെ മുകളിലും ഒക്കെ ഇട്ട് വെച്ചതാണ്. പിന്നെ ഇവിടെ ആദ്യമായിട്ടൊരു ഉണ്ടായൊരു പൂവുണ്ട്. ഇത് ചുമപ്പ് ഇലയിലാണ് ചുമപ്പ് കളർ. ഇതിൻ്റെ വേറെ കളറൊക്കെ ഇവിടെ ഉണ്ട്. ഈ കളർ ഇവിടെ ആദ്യമായിട്ടുണ്ടായതാണ്. നല്ല ഭംഗിയാണ്. ഇതൊക്കെ കാട് പോലെ അതിലേതിലൊക്കെ വളർന്ന മണി പ്ലാന്റും. പിന്നെ ഇപ്പം മഴയൊക്കെ ആയപ്പോൾ എല്ലാം ചെടികളൊക്കെ പൊന്തി പോകുന്നുണ്ട്. വെട്ടിക്കൊടുക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞ് നല്ല വെട്ടി നിർത്തേണ്ടതാണ്. കുറേ എല്ലാം അതിലേതിലൊക്കെ മതിൽമേലേക്കും ഒക്കെ ചാഞ്ഞ് മഴ കാരണം കുറച്ച് ചെടികൾക്കൊക്കെ ഒരു ക്ഷീണമാണ്. പിന്നെ നമ്മളെ സുന്ദരി അതാ ഇതൊക്കെ മതിലിൻ്റെ മുകളിൽ കൂടി എല്ലാം. ഇതുണ്ട്, ഇത് നമ്മൾ ഈ ഫ്ലവർ വേസിലും ഒരു ബൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ വെക്കും. കുറേ ദിവസത്തേക്ക് ഇത് കേടാവുന്നില്ല. ഇങ്ങനെ തന്നെ നിൽക്കും. വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ഷോയാണ്. ഇതിന് വെള്ള ആന്തൂറിയം പോലത്തെ ഒരു ചെടിയാണിത്. ഇതും നമുക്ക് വെള്ളത്തിലും ഇട്ട് വെക്കാം, ചട്ടിയിലും വെക്കാം. മഴയായപ്പോൾ ഇതിനൊക്കെ ഒരു ചെറിയ ക്ഷീണമാണ്. ഇതൊക്കെ നിന്ന് വെയിലാകുമ്പോഴാണ് എല്ലാം നല്ല ഉഷാറായി വരുന്നത്. ഇതിവിടെ ആദ്യമായിട്ടുണ്ടായത്. ചെടി നേരത്തെ ഉണ്ടായിരുന്നു. പൂവ് ഇപ്രാവശ്യമാണ് ആദ്യമായിട്ട് ഇതിൻ്റെ മുകളിൽ പൂവുണ്ടായിരുന്നു. എന്നിട്ട് ചട്ടി നിറച്ചത് അധികം പൊന്താതെ നിൽക്കുന്നതായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അത് നല്ലോണം പൊന്തി ചെറിയ മരം പോലെയൊക്കെ പൊന്തി കൊണ്ട് പോകുന്നുണ്ട്. ഈ മാസന്മാരെയൊക്കെ എല്ലാം ഇതുപോലെ കുത്തിയാക്കി നിർത്തുന്നതായിരുന്നു. അപ്പം ഒരുപാട് വലിയതായി പൊന്തി പോകുന്നു. ഇത് കണ്ടോ ഈ ചെടി? ഇതൊരു ചട്ടിയിൽ വെച്ചൊരു ചെടീൻ്റെ ഇടയിൽ ഒരു തണ്ട് കൊണ്ട് പോകുന്നത്. അതിൻ്റെ മുകളിൽ നിറയെ തൈകൾ ഉണ്ടായതാണ്. മണ്ണിലൊന്നുമല്ല ഉള്ളത്, വെള്ളത്തിലും അല്ല. വെറുതെ തൂങ്ങിക്കിടക്കുക. അതിൻ്റെ വേരൊക്കെ അതങ്ങനെ വെക്കുന്നു. പിന്നെ നമ്മൾ തേക്കാത്ത മതിലൊക്കെ ഉണ്ടെങ്കിൽ, മണ്ണൊക്കെ ആയിട്ട് നിൽക്കുന്ന മതിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ചെടികളൊക്കെ പിടിപ്പിച്ചാൽ നല്ലതാണ്.
തേക്കാത്തതിൻ്റെ വൃത്തികേടും മാറും. കുണ്ടും കുഴിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കുറച്ച് ഇലകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് കിടക്കും. നമുക്ക് പിന്നെ ഒരാളെ ഞാനിവിടെ കാണിക്കാൻ പോവാണ്. മക്കോട്ടദേവ എന്ന് പറയും. മക്കോട്ടദേവ ഷുഗറിനൊക്കെ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് പഴുക്കുമ്പോൾ ചുവന്ന കളറാവും. അതായത് അരിഞ്ഞ് വെള്ളം തിളപ്പിച്ചാണ് അതിനെ കുടിക്കുന്നത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ.